അബുലേസിനെ കുറ്റവിമുക്തനാക്കിയതിനു ശേഷമാണ് ഈ ഗവൺമെന്റിൽ അംഗമാക്കിയെന്നാണ് എനിക്ക് പിന്നീട് പറഞ്ഞത്. അതിൽ നമുക്കങ്ങനെ ഒരു കോഫോപ്പോസ് കേസൊക്കെ ഉണ്ടായിരുന്ന ആളാണല്ലോ. ഈ പറയുന്ന കേസുകളിലൊക്കെ ബന്ധമുള്ള ആളാണ്. ഇത് സ്വാഭാവികമായിട്ടും എനിക്ക് വേണ്ട, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇതിനകത്ത് ഈ അമാന എമിറേറ്റ്സ് എന്ന് പറയുന്നതിൽ ഈ പറയുന്ന ഇപ്പോൾ പുറത്ത് വന്ന OK സലാം ഉണ്ടല്ലോ, പുതിയ പേര് വന്നതാണ്. OK സലാമിനെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ടോ? അദ്ദേഹം ഉണ്ടല്ലോ. ഇനിയും പേരുകൾ പുറത്തുണ്ട് എന്നാണ് ഞങ്ങളും അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ മാധ്യമങ്ങളും ഒന്ന് അന്വേഷിക്കുക. എന്തിനാണ് MK മുനീറിന് ഇങ്ങനെ ഒരു വിഭാഗവുമായിട്ടുള്ള ഒരു ബന്ധം? എന്തിനാണ് ഇങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ച് ഇങ്ങനെ സ്വർണ്ണക്കടത്തിന് ഇവർ സഹായം ചെയ്തു കൊടുക്കുന്നുള്ള ആക്ഷേപം ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെ ഇടപെടുന്നത്? വലിയ നേട്ടമുണ്ടായിട്ടായിരിക്കുമല്ലോ. ഈ MK മുനീറിന്റെ വിദേശ യാത്രകൾ കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ MK മുനീറിന്റെ വിദേശ യാത്രകളെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം നടത്തണം. MK മുനീറിനോടൊപ്പം പോയവരെ കുറിച്ചും അന്വേഷണം നടത്തേണ്ടതുണ്ട്. അങ്ങനെ അന്വേഷണം നടത്തിയാൽ വലിയ ഒരു സ്വർണ്ണക്കടത്ത് അധോലോക സംഘത്തെക്കുറിച്ചുള്ള വലിയ വിവരങ്ങൾ കിട്ടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് ഈ മുൻകാല നിങ്ങൾ പറഞ്ഞ ഇപ്പം കുറ്റവിമുക്തനാക്കി എന്ന് MK മുനീർ പറയുകയാണെങ്കിലും അതൊന്നുകൂടി നമുക്ക് അന്വേഷിക്കാം. എന്ത് തന്നെയായാലും ഈ കേസുകളുമായി ബന്ധമുള്ളവരായിരുന്നല്ലോ, സംശയത്തിന്റെ നേരിലുള്ള ആളാണല്ലോ. ഇപ്പോൾ അതൊന്നും അല്ലാത്ത OK സലാം ഉണ്ടല്ലോ. OK സലാം മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു കിഴക്കോത്തെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KMCCയുടെ ഭാരവാഹിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവര് കൂട്ടത്തോടെ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതാണോ എന്ന് ആര് പറയണം? മുസ്ലിം ലീഗ് വ്യക്തമാക്കണം. മുസ്ലിം ലീഗിന് ഇതിനൊരു ബാധ്യതയുണ്ട്. ഒരു മുതിർന്ന MLA, മുസ്ലിം ലീഗിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ നേർക്കാണ് ഇങ്ങനെ ഒരു ആക്ഷേപം വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും സമൂഹത്തിൽ ഇവർ ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു കൃത്യമായ മറുപടി കൊടുക്കണം. അതിന് CPM-നെ ഇങ്ങനെ മതത്തെ ആക്ഷേപിക്കുന്നു CPM, അല്ലെങ്കിൽ DYFI നേതാവ് കള്ളം പറയുന്നു, DYFI അങ്ങനെ വെല്ലുവിളിച്ചത്. DYFI നേതാവ് കൊടുവള്ളിയിൽ വന്ന് പറയട്ടെ എന്നാ പറഞ്ഞത്. കൊടുവള്ളിയിൽ നിന്നല്ലല്ലോ പറയേണ്ടത്. എവിടെ നിന്നാണേലും DYFI നേതാവ് ഉള്ളിടത്തുനിന്നല്ലേ അത് പറയേണ്ടത്. കൊടുവള്ളിയിലെ വിഷയം DYFI നേതാവിന് പറയാൻ പറ്റില്ല എന്നാണോ? മലപ്പുറത്തെ വിഷയം DYFI നേതാവിന് ഇപ്പോൾ KT ജലീൽ ഒരു വിമർശനം ഉന്നയിച്ചപ്പോൾ KT ജലീലിനെ അങ്ങ് ആക്രമിക്കുക. KT ജലീലും ഇവരുടെ കൂടെ പ്രവർത്തിച്ച ആളല്ലേ, കൂടെ കിടന്നവന് രാപ്പനി അറിയാലോ. എന്തിനാ നിങ്ങൾ ഈ മുസ്ലിം ലീഗ് ഈ പറയുന്ന തരത്തിൽ KT ജലീലിനെ ഭയപ്പെടുന്നത്? KT ജലീൽ ഇന്ന് മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു മതപണ്ഡിതൻ ഇതുപോലെ സ്വർണം കടത്തി എന്ന്, ആ മതപണ്ഡിതന് മുസ്ലിം ലീഗുമായി ബന്ധമുണ്ട് എന്നാ പറഞ്ഞത്. അല്ല എന്ന്, അങ്ങനെ ഒരാള് മുസ്ലിം ലീഗുമായി ബന്ധമുള്ള ഒരാള്, ഒരു മതപണ്ഡിതൻ സ്വർണം കടത്തിയിട്ടില്ലെങ്കിൽ ഇവരോട് പറയാൻ പറഞ്ഞു. ആ വെല്ലുവിളി സ്വീകരിക്കാൻ യൂത്ത് ലീഗോ മുസ്ലിം ലീഗോ ഒക്കെ തയ്യാറുണ്ടോ എന്ന് KT ജലീൽ ചോദിക്കുക. ഇത് ഈ സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തണം. ഒരു സമൂഹത്തെ ആകെ, ഒരു പ്രദേശത്തെ ആകെ ഇതിലേക്ക് വലിച്ചയച്ച് അങ്ങ് രക്ഷപ്പെടാമെന്ന് മുസ്ലിം ലീഗ് കരുതണ്ട. അതല്ല, ഈ മുസ്ലിം ലീഗിന്റെ പ്രത്യേകത എന്താ? മുസ്ലിം ലീഗിനെ നയിക്കുന്നത് ആരാന്ന് നമുക്കൊക്കെ അറിയാലോ, പാണക്കാട്ട് നിന്ന. ആ പാണക്കാട്ട് തങ്ങള് ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയണ്ടേ? ഈ ചെറുപ്പക്കാരാകെ ഇങ്ങനെ ഇപ്പോൾ കേട്ട വിവരം പ്രകാരമാണെങ്കിൽ കൊടുവള്ളിയിൽ നിന്നും പരിസര പ്രദേശത്തു നിന്നും ദുബായിലേക്ക് പോകുന്ന അല്ലെങ്കിൽ UAE പോകുന്ന ആളുകളെ അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. പിന്നീട് അവർ കാരിയർമാരാകുന്നു എന്ന് സംശയിക്കുന്നു. കാരണം ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഇവരാ. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാവിന് പോലും ഇതിൽ പങ്കുണ്ട് എന്നുള്ള ആക്ഷേപം വരുന്ന സമയത്ത് മുസ്ലിം ലീഗിന്റെ നേതൃത്വം അവരതാണല്ലോ, അവരെല്ലാം മതപരമായി ആക്ഷേപിക്കുക. ഇപ്പോൾ വാട്സപ്പുകളിലും ഈ സോഷ്യൽ മീഡിയയിലും എന്തിന് KM ഷാജിമാരുടെയൊക്കെ പ്രസംഗം എന്താ? KM ഷാജി കോഴിക്കോട്ട് നിന്നാണല്ലോ പ്രസംഗിച്ചത്. മതമാണ് പ്രശ്നം. നിങ്ങൾ മറന്നുപോയോ? അപ്പോ ആ മതം പ്രശ്നമാക്കുന്നവർ ഇതിനെക്കുറിച്ച് പ്രതികരിക്കണം എന്ന് തന്നെയാണ്, അങ്ങനെയാണ് ഞാനും മനസ്സിലാക്കുന്നത്. അല്ല, അങ്ങനെ പിടിക്കപ്പെട്ട എല്ലാവരുടെയും ലിസ്റ്റൊന്നും ഞാൻ പരിശോധിച്ചിട്ടില്ല. ഇവിടെ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളൊരു വിഷയം എന്തെന്ന് വെച്ചാൽ, ഈ കൊടുവള്ളി കേന്ദ്രീകരിച്ച് ഈ അമാന എമിറേറ്റ്സ്, അതും ഈ പറയുന്ന കസ്റ്റംസും അതുപോലെ തന്നെ പോലീസും ഒക്കെ ഇങ്ങനെ അന്വേഷിക്കുകയും പ്രതിപട്ടികയിലുള്ള ആളുകളുമൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്.
ഈ കൊടുവള്ളിയിലെ യുവാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോയി അവിടെ അവർക്ക് സൗകര്യമൊരുക്കി കൊടുത്ത് അതുപോലെ വിസിറ്റും വിസ തിരിച്ചു വരുന്ന സമയത്ത് അവർ തിരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ സമൂഹത്തിലുള്ള ഒരു ചർച്ച എന്താ? ഇങ്ങനെ ഇടയ്ക്ക് ഗൾഫിൽ പോകുന്നു, തിരിച്ചു വരുമ്പോൾ സ്വർണം കൊണ്ടുവരുന്നു, അതിൽ കുറേ പിടിക്കപ്പെടുന്നു. ആ പിടിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇപ്പം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പിടിക്കപ്പെടുന്ന സ്വർണത്തെക്കുറിച്ചും അതുപോലെ തന്നെ ആളുകളെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുന്ന സമയത്താണ് ആരാണ് ഈ മതത്തെയും ഈ പറയുന്ന മലപ്പുറം ജില്ലയൊക്കെ ഇളക്കി കൊണ്ടുവരുന്നത്? ഇങ്ങനെ ഒരു സമൂഹത്തെ ആക്ഷേപിക്കാൻ ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നു എന്നാണ് പറയുന്നത്. ജലീൽ ഉദ്ദേശിച്ചത് സ്വാഭാവികമായിട്ടും ജലീൽ മുസ്ലിം ലീഗിന്റെ കൂടി നേതാവായിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പ്രവർത്തകരെ അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവരെ ഇവർ നിർദ്ദേശിക്കണം, അവരോട് പറയണം ഇത് തെറ്റാണ് എന്ന്. അതൊരു സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പറയുന്നതാ. മതത്തിന്റെ നേരെ എന്നുള്ള ജലീലിന്റെ ഒരു കാഴ്ചപ്പാടിൽ മലപ്പുറത്തിൽ നിന്നുള്ള ഈ മത ആചാരങ്ങളെല്ലാം കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് കൂടിയാണ് അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ടാവുക. ബാക്കി അദ്ദേഹത്തോട് ചോദിക്കണം.